ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദ നമ്മുടെ മല്ലികാമയായിട്ട് പുറത്ത് പോകുമ്പോഴേക്കും നമ്മുടെ ആ ഗ്യാപ്പിൽ പിങ്കി വന്നിട്ട് ഗൗതമത്തിനോട് പറയുന്നുണ്ട്. ഗൗതം ഇങ്ങനെ മനസ്സ് വേദനിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഗൗതം താലി കെട്ടി അവളുണ്ടല്ലോ നന്ദ, അവൾ ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയിരിക്കാന്ന് പറയുമ്പോൾ ഗൗതം ഒന്ന് ഞെട്ടുന്നുണ്ട്. അതിനുശേഷം പിങ്കി പറയുന്നുണ്ട്, ദേ അർജുൻ എന്നെ താലി കെട്ടിയിട്ടേ എന്നുള്ളൂ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരിക്കലും ഞാൻ അർജുന്റെ ഭാര്യ ആയിട്ടില്ല എന്ന് പറയുവാട്ടോ. അത് കേട്ടുകൊണ്ട് നമ്മുടെ നന്ദയും മല്ലികാമയും കൂടി വരുന്നുണ്ട്. നന്ദക്ക് ആകെപ്പാടെ ദേഷ്യം വരുവാണ്. അതിനുശേഷം നന്ദന്റെ ഈ ഒരു സ്വഭാവത്തിന്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വല്യമ്മ ലക്ഷ്മീനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ മരുമകൾക്ക് ഇവിടെ എന്ത് വഴി ആവാലോ, അഴിഞ്ഞാട്ടമാണ് നടത്തുന്നത്, ഈ വീട്ടിൽ കുറച്ച് ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും തന്നെ അവള് ശ്രദ്ധിക്കാറില്ല, അവൾക്ക് അത് അവളുടെ തോന്നിയ വഴി. ഇപ്പോൾ ഗൗതം മനസ്സ് വേദനിച്ചിട്ട് പോലും നിന്റെ മരുമകൾക്ക് അവനെ ആശ്വസിപ്പിക്കാനോ ഒന്നും തന്നെ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക കേട്ടോ. നമ്മുടെ ലക്ഷ്മിയമ്മക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നന്ദ പിങ്കി പോയിട്ട് ഗൗതത്തിനടുത്ത് കുറച്ച് അടുപ്പം കാണിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. വല്യമ്മയൊക്കെ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിനക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് മോളെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വല്യമ്മ പിങ്കിനെ സപ്പോർട്ട് ചെയ്യണത്. എന്നാൽ ഇങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളായിരുന്നു പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ചന്ദ്രികയിൽ അല്ലെങ്കിൽ ചന്ദ്രകാന്തം റിവ്യൂ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.